നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത് കോട്ടയം ജില്ലയിലെ ചെമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുകന്യ സുകുമാരനാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ മിനിയേച്ചറിനോട് ഏറെ സാദൃശ്യമുള്ള കോട്ടയം ജില്ലയിലെ ചെമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് എന്റെ പഞ്ചായത്ത് ഇന്ന് പോകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് സുകന്യ സുകുമാരനുണ്ട്. നമസ്കാരം ശ്രീമതി സുകന്യ. നമസ്കാരം. മലനാട്, ഇടനാട്, തീരപ്രദേശം ഉൾപ്പെട്ട ധാരാളം തുരുത്തുകൾ ഉള്ള പഞ്ചായത്താണ് ചെമ്പ്. 15 വാർഡുകളുള്ള പഞ്ചായത്തിൽ 8 വാർഡുകൾ ബ്രഹ്മമംഗലം മേഖല, 7 വാർഡുകൾ ചെമ്പ് മേഖലയുമാണ്. എല്ലാ മേഖലയിലും നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം ടൂറിസം മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമാണ് പ്രത്യേകം ഊന്നൽ നൽകുന്നത്. ടൂറിസം മേഖലയിലെ സാധ്യതകളെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? സാധ്യതയുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. കാലം കൊണ്ട് ഒത്തിരി അടിസ്ഥാന വികസനങ്ങൾ നമുക്ക് ആ ഒരു മേഖലയിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഭരണസമിതി വന്നതിന് ശേഷമാണ് നമ്മൾ ചെമ്പിലരയൻ എന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ജലോത്സവം നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ജനപങ്കാളിത്തത്തോടെയും പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ട് ഏകദേശം 3 ലക്ഷം രൂപ വകയിരുത്തിയാണ് നമ്മൾ ആ പദ്ധതി നടപ്പിലാക്കിയത്. ഏറെ സ്വീകാര്യത ആ ഒരു പദ്ധതിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ബഹുമാനപ്പെട്ട ഉത്തരവാദിത്ത ടൂറിസം മിഷൻ കോർഡിനേറ്റർ ശ്രീ രൂപേഷ് കുമാർ ഉൾപ്പെടെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ എത്തുകയും തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തിലാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം വരികയും നമ്മളെ ഒരു ടൂറിസം ഗ്രാമമായിട്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ മുഹമ്മദ് റിയാസ് ഭരത് മമ്മൂട്ടിയുടെ ജന്മനാളില് ഗ്രാമത്തെ ഒരു ടൂറിസം ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഒട്ടനവധി സന്ദർശകര് ഈ ഗ്രാമപഞ്ചായത്തിലേക്ക് വരുന്നതാണ്. തീരദേശ മേഖലയിലെ ബോട്ടിങ്, അതുപോലെ തന്നെ ഹോം സ്റ്റേ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഗ്രാമപഞ്ചായത്തില് അറിയപ്പെടാത്ത ഒരു സ്ഥലമാണ് ഒരു മാജിക് ഐലൻഡ് എന്ന് പറയുന്നത്. ഏകദേശം 1 കിലോമീറ്റർ നീളവും 1.5 കിലോമീറ്റർ വീതിയിലുമായി കായൽ ഭാഗത്ത് നമുക്ക് ഇറങ്ങാനുള്ള ഒരു സൗകര്യമുണ്ട്. അവിടെ കുട്ടികൾക്ക് ഉൾപ്പെടെ ഇറങ്ങി കളിക്കുവാനും മറ്റ് ആക്ടിവിറ്റീസുകൾ നടത്തുവാനുള്ള സൗകര്യമുള്ള ഒരു സ്ഥലമാണത്. നമ്മളെ അരയോളം വെള്ളം മാത്രമേ അവിടെ ഉണ്ടാവാറുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് നടപ്പിലാക്കാനായിട്ട് ഈ ഒരു കാലയളവിൽ കഴിഞ്ഞു. ഉപയോഗശൂന്യമായ ഒരു പാലമുണ്ട്, മുറിഞ്ഞപുഴ പഴയ ഒരു പാലമാണ്. ആ പാലത്തിന്റെ വേസ്റ്റുകളെല്ലാം നീക്കം ചെയ്ത് ഞങ്ങൾ അവിടെ ഒരു ഓപ്പൺ ജിമ്മ്, അവളിടം ടൂറിസം പാർക്ക്, അവിടെ ഓപ്പൺ ജിമ്മും പാർക്കും ഒക്കെ ഉണ്ട്. സ്ത്രീകൾക്ക് ഒറ്റയ്ക്കും കൂട്ടമായും വന്ന് അവിടെ ഇരിക്കുന്നതിനും ഒക്കെ ഒരുപാട് സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ടോൾ ഫ്രീ നമ്പർ ഉൾപ്പെടെ ക്യാമറ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഈ കാലയളവിൽ അവിടെ അറേഞ്ച് ണ്ട്. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് അതിന്റെ ജെൻഡർ ഓഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം പൂർണ്ണമായും നടന്നിരിക്കുകയാണ്. ഒരു സ്ത്രീ സൗഹൃദ ഡെസ്റ്റിനേഷനായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ പ്രഖ്യാപിക്കുന്നതിന് തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമപഞ്ചായത്താണ് ടൂറിസം ഗ്രാമപഞ്ചായത്ത് എന്ന് അറിയപ്പെടുന്നതാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനു കൂടി പ്രത്യേകം ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാർപ്പിടം എന്നുള്ളതാണ്. ഭവന പദ്ധതി എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? നമ്മൾ ഏകദേശം ലൈഫ് ഭവന പദ്ധതി പ്രകാരം 135ഓളം പുതിയ വീടുകൾ നമ്മൾ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിന്റെ താക്കോൽ ദാനം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ മിനിസ്റ്റർ MP രാജേഷ് അവർ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ വന്ന് താക്കോൽ ദാനം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തിയിരിക്കുകയാണ്. പട്ടികജാതി മേഖലയിലും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി മേഖലയിലുമാണ് കൂടുതൽ ലൈഫ് ഭവന പദ്ധതിയുമായി വീടുകൾ ഈ ഒരു കാലയളവിൽ കൊടുത്തു തീർക്കാൻ കഴിഞ്ഞു. ഇത്രയും അപേക്ഷ കൂടുതൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആദ്യം അവരെ പരിഗണിക്കേണ്ടി വന്നത്. പിന്നീട് ജനറൽ വിഭാഗത്തിന്റെ ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ വീട് ഭവന പദ്ധതി ആദ്യത്തെ ഗഡുവൊക്കെ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും 135 വീട് പൂർത്തീകരിച്ചു. ഈ വർഷവും ഈ ഒരു നടപ്പ് സാമ്പത്തിക വർഷവും ലൈഫ് മിഷൻ പദ്ധതിക്കാണ്
കൂടുതൽ ഫണ്ട് നമ്മൾ വകയിരുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും മഴക്കാലം എത്തിയിരിക്കുന്നു. വെള്ളം കയറുന്ന മണ്ണിടിച്ചിലുള്ള പ്രദേശങ്ങളുണ്ടോ? എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഗ്രാമപഞ്ചായത്ത് ഇടപെട്ടുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? മഴക്കാലം നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ മഴക്കാലപൂർവ്വ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് മണ്ണിടിച്ചിൽ ഈ പ്രദേശത്ത് ഉണ്ടാവാറില്ല. കൂടുതലും വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാവുന്നത്. കാട്ടിക്കുന്ന്, ചെമ്പ്, അതുപോലെ തന്നെ തുരുത്തുമ്മ, ഏനാതി ഭാഗങ്ങളിലെല്ലാം നമുക്ക് വേലിയേറ്റ സമയത്തുമുണ്ട്. അതുപോലെ തന്നെ കാലവർഷം എത്തുമ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാവാറുണ്ട്. ഏകദേശം 10-20 വീടോളം എല്ലാ വർഷവും അത് വെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ക്യാമ്പുകൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഏനാതി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഷെൽട്ടർ സംവിധാനം പോലും ഇല്ലാത്ത ഒരു വാർഡായിരുന്നു. അവിടെ നമ്മൾ 10 സെന്റ് സ്ഥലം മേടിച്ച് അവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാള് പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഏനാദിയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്താണ് ഏകദേശം 47 ലക്ഷം രൂപ മുതൽ മുടക്കി അതിന്റെ പണി പൂർണ്ണമായും പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഉദ്ഘാടനത്തിന് തയ്യാറായിരിക്കുന്നത്. പെട്ടെന്നൊരു കാലവർഷക്കെടുതിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ബ്രഹ്മമംഗലം മേഖലയിലേക്ക് ഇത്രയും ആളുകളെ കൊണ്ടുപോകേണ്ട ഒരു പ്രശ്നങ്ങൾ വരാറുണ്ട്. 2018 പ്രളയമാണ് കൂടുതലും നമ്മളെ ബാധിച്ചിട്ടുള്ളത്. 20 വീടോളം. പിന്നെ അതുപോലെ നമുക്ക് കിട്ടുന്ന CFC ഗ്രാന്റ് ഉപയോഗിച്ച് കൂടുതലും തോടുകൾ ഡീപ്പനിങ്ങിന് നമ്മൾ ഫണ്ട് കൂടുതൽ ചെലവഴിക്കാറുണ്ട്. തോടുകളെല്ലാം ഈ ഒരു കാലവർഷം അല്ലാതെ തന്നെ പ്രളയത്തിന് ശേഷമൊക്കെ മണ്ണ് വന്ന് മൂടിയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. ഇതിന് മുൻ വർഷങ്ങളിലെല്ലാം ചരൽവാരൽ ഉൾപ്പെടെ അതുപോലെ ജലഗതാഗത മാർഗങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പൊ പൂർണ്ണമായിട്ടും ചരല് നീക്കം ചെയ്യാത്ത അവസ്ഥയുണ്ട്. ജനങ്ങൾ കൂടുതലും ഈ ജലഗതാഗതത്തെ ഉപയോഗിക്കാത്തൊരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ പഴയ പോലെ ഈ തോട് ഡീപ്പനിങ് പോലെ പണ്ട് കാലത്തുണ്ടായിരുന്ന തോട് തേകൽ അങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത് തോടുകൾ ഡീപ്പനിങ് പോലെയുള്ള കാര്യങ്ങൾ മുന്നൊരുക്ക പ്രവർത്തനമായി ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാലവർഷം വരുമ്പോഴെല്ലാം നമുക്ക് സർക്കാർ തരുന്ന നിർദ്ദേശം പോലെ തന്നെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ വീടും പരിസരവും അതുപോലെ ഡ്രൈ ഡേ ആചരിക്കാറുണ്ട്. പരിസരങ്ങളെല്ലാം ക്ലീൻ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ മഴക്കാല ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെയ്യുന്നത് കൊണ്ട് തന്നെ കോട്ടയം ജില്ലയിൽ ഏറ്റവും കുറവ് ഡെങ്കിപ്പനി, എലിപ്പനി പോലെയുള്ള റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും കുറവ് നമ്മുടെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. വർഷം പകർച്ചവ്യാധികളെ കുറിച്ച് സൂചിപ്പിച്ചതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനത്തെ എങ്ങനെയാണ് ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നത്? കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെയൊക്കെ പ്രവർത്തനം എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തിൽ നടത്തുന്നത്? ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. 13 ഏകദേശം നമ്മൾ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവ് പാലിയേറ്റീവ് മേഖലയിലും അതുപോലെ തന്നെ PHSയിലും അതുപോലെ ആയുർവേദ ഹോസ്പിറ്റല്, ഹോമിയോ ആശുപത്രിയിൽ എല്ലാ വർഷവും മരുന്നുകൾക്ക് ഒരു ക്ഷാമവും ഇല്ലാത്ത രീതിയിൽ മരുന്ന് വാങ്ങി നൽകുന്ന പ്രോജക്ട് കൃത്യമായി ുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കെട്ടിടത്തിന്റെ മെയിൻ സെന്ററിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ 3 വാർഡ് ചേരുന്ന ഭാഗത്ത് ഒരു സബ് സെന്റർ എന്ന ഒരു സബ് സെന്റർ വേണമെന്നുണ്ടല്ലോ. അത് ജീവിതശൈലി രോഗങ്ങളുടെ മരുന്ന് ഉൾപ്പെടെ ഓരോ വാർഡുകളിൽ വിതരണം നടത്തുന്നതിന് വേണ്ടി സെന്ററുകൾ ഈ ഒരു കാലയളവിൽ 2 മേഖലയിലും സൗജന്യമായിട്ട് സബ് സെന്ററിന്റെ സ്ഥലം വാങ്ങുവാൻ നമുക്ക് കിട്ടുവാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ NHM ഫണ്ട് ഉപയോഗിച്ചുള്ള സബ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ കല്ലിടിയിൽ തുടങ്ങിയ ചടങ്ങുകൾ ഈ അടുത്ത 2 മാസത്തിനുള്ളിൽ നമ്മൾ നടത്തുകയാണ്. അതുപോലെ ഞാൻ ആദ്യം ഇവിടെ ചെമ്പ്, ബ്രഹ്മമംഗലം 2 മേഖലയിലായിരുന്നു. അതിൽ മേഖലയിൽ മരുന്ന് വിതരണം നടന്നു വരികയാണ്. അതുപോലെ തന്നെ നമ്മൾ വ്യത്യസ്തമായി ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ പാലിയേറ്റീവ് രോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളൊരു ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മുടെ പഞ്ചായത്തിന്റെ പ്രോജക്റ്റ് വെച്ച് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ നമ്മൾ പുതിയതായി എടുക്കുകയും വീടാന്തരം കയറി അവര് പാലിയേറ്റീവ് രോഗികളെയും ചികിത്സിക്കുന്നുണ്ട്. അവർ സേവനങ്ങൾ നൽകി വരുന്നു. അതുപോലെ തന്നെ അല്ലാത്ത ദിവസങ്ങളിൽ ഹോസ്പിറ്റലിൽ തന്നെ പ്രത്യേക സൗകര്യം ഒരുക്കി അവര് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സേവനം നടത്തി വരുന്നു. തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തുകളിലൊന്നും ഈ ഒരു പദ്ധതി ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ലാബ് ടെക്നീഷ്യനെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയൊരു ലാബ് ടെക്നീഷ്യൻ നിയമിച്ച് PSC നിയമനം വരുന്ന ലാബ് ടെക്നീഷ്യൻ വരുന്നത് 9 മണിക്കാണ്. ഇത് രാവിലെ 7 മണിക്ക് തന്നെ നമ്മൾ ലാബിന്റെ പ്രവർത്തനം ബ്രഹ്മമംഗലം PHSC നടന്നു വരികയാണ്. ക്യാൻസർ നിർണയവും ബോധവൽക്കരണം അതുപോലെ തന്നെ ക്യാൻസർ ക്യാൻ കോട്ടയം എന്ന പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി ക്യാൻസർ മേഖലയിൽ ഒരുപാട് പ്രോജക്റ്റുകൾ നടത്തി വരുന്നു. നിത്യരോഗികൾക്ക് മരുന്ന് കൊടുക്കുന്ന പ്രോജക്റ്റുകൾ നടത്തി വരികയാണ്.
അങ്ങനെയുള്ള ആരോഗ്യ മേഖലയിൽ അടിസ്ഥാന സൗകര്യത്തിനും അതുപോലെ തന്നെ മരുന്ന് വിതരണത്തിനും ഒക്കെ നല്ലൊരു എമൗണ്ട് തന്നെ നമ്മൾ ചെലവഴിച്ചു വരും. തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിലടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ചെമ്പ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. തീരപ്രദേശമാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി എന്തൊക്കെ ക്ഷേമ വികസന പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? മത്സ്യത്തൊഴിലാളികൾക്ക് പൊതുവെ ഗ്രാമസഭകൾ ആവശ്യപ്പെടുന്നത് അവർ വള്ളവും വലയും ആവശ്യപ്പെടാറുണ്ട്. അവർക്ക് വള്ളവും വലയും എല്ലാ ഈ ഒരു 4 വർഷക്കാലം കൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും വള്ളവും വലയും വിതരണം നടത്തി വരുന്നു. കൂടാതെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ അവരുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പിന്റെ വിതരണം എല്ലാ വർഷവും നമ്മൾ പ്രോജക്റ്റായി തന്നെ നടത്തി വരുന്നു. പിന്നെ ഈ ജലജീവൻ മിഷന്റെ പ്രവർത്തനം മൂലം എല്ലാ വീടുകളിലും ഇപ്പോൾ വിതരണം പൂർണ്ണമായും സൗജന്യമായി നമ്മൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. സർക്കാർ പ്രഖ്യാപനമെല്ലാം ഗ്രാമപഞ്ചായത്തിൽ നടന്നിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികളുടെ വീടുകളിലേക്ക് വാട്ടർ ടാങ്ക് കൊടുക്കുന്ന ഒരു പദ്ധതി നമ്മൾ നടത്തി വരികയാണ്. വാട്ടർ ടാങ്കുകൾ എല്ലാ വീടുകളിലും ഇപ്പോൾ എത്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തു വരുന്നത്. തീർച്ചയായിട്ടും മഴക്കാലം ആയതുകൊണ്ട് തന്നെ വേലിയേറ്റ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ടോ? എങ്ങനെയാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്ത് ഏകോപിപ്പിച്ച് നടപ്പിലാക്കി വരുന്നത്? നമുക്ക് നിലവിൽ ഇപ്പോൾ ക്യാമ്പ് തുടങ്ങേണ്ട ഒരു സാഹചര്യമില്ല. ഒരാഴ്ച മുമ്പുള്ള ആ കാലവർഷക്കെടുതിയിൽ നമുക്ക് കാട്ടിക്കുന്ന് മേഖലയിൽ ഒരു ക്യാമ്പ് തുടങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു 4-5 കുടുംബത്തെ നമുക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. നിലവിൽ കാലവർഷത്തിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നിരവധിയായ മരങ്ങൾ കടപുഴകി വീഴുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. വൈദ്യുതി മേഖലകൾ താറുമാറാകുക, അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെ വീടുകൾ താറുമാറായതെല്ലാം ലൈഫ് മിഷനിൽ ഒരു മുൻഗണന കൊടുത്ത് തന്നെ അവർക്ക് വീടിന്റെ നിർമ്മാണം പ്രവർത്തനങ്ങൾ ഒരു പഞ്ചായത്ത് കമ്മിറ്റി തന്നെ ഒരു മുൻഗണന എടുത്തു വരും. തീർച്ചയായിട്ടും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് എന്താണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്? അതുപോലെ തന്നെ നിറവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെണ്ടുമല്ലി കൃഷിയൊക്കെ നടത്തിവരുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ചെമ്പ് ഗ്രാമപഞ്ചായത്ത്. നിലവില് നമുക്ക് കൃഷി എന്ന് പറയുന്നത് വാഴ കൃഷിയും അതുപോലെ തെങ്ങ് കൃഷി, കപ്പ കൃഷി, അങ്ങനെയുള്ള പ്രധാന കൃഷികളാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഉള്ളത്. ഈ വർഷം നമ്മൾ ആ ഒരു പ്രോജക്റ്റ് എല്ലാ വർഷവും നമ്മൾ അവർക്ക് വേണ്ട വളങ്ങൾ നൽകുന്ന പ്രോജക്റ്റുകളാണ് ഏറ്റെടുത്ത് വരുന്നത്. വിള ഇൻഷുറൻസ് അല്ലാതെ തന്നെ ഗ്രാമപഞ്ചായത്ത് ഇൻഷുറൻസ് ചെയ്തു വരുന്നു. തരിശ് നിലം കൃഷിയോഗ്യമാക്കുവാനായിട്ട് ഈ ഒരു ഭരണസമിതി കാലയളവിൽ നടന്നു. ഏകദേശം 50 ഏക്കറോളം സ്ഥലം എടുത്ത് തരിശു നിലം കൃഷി ചെയ്യാൻ സാധിച്ചു. പിന്നെ വൈക്കം ബ്ലോക്കിന്റെ ഒരു നൂതന പ്രോജക്റ്റ് ആയിരുന്നു നിറവ് പദ്ധതി. നിറവില് ഒരു കൊട്ട പൂവും അതുപോലെ ഒരു മുറം പച്ചക്കറിയും എന്നൊരു പ്രോജക്റ്റ് ആണ്. അത് നമ്മുടെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്കിലെ 6 പഞ്ചായത്ത് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തും ചെണ്ടുമല്ലി കൃഷി എല്ലാ വർഷം ഒരു ജൂൺ ആദ്യം തന്നെ തൈകൾ തരികയും അത് നടുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്ത് നമുക്ക് വൈക്കം ബ്ലോക്കിൽ തന്നെ എല്ലാ വർഷവും 1ാം സ്ഥാനത്തെത്താനായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ചെണ്ടുമല്ലി കൃഷിയും അതുപോലെ പച്ചക്കറി കൃഷിയും ചെയ്ത് കുടുംബശ്രീ അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ മറ്റു അംഗങ്ങളാണ് ഇത് വളരെ വിപുലമായ രീതിയിൽ ചെയ്ത് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെ ഓണത്തിന് നടത്താൻ സാധിച്ചു. ഓണത്തിന് ഈ പൂപ്പടങ്ങൾ കാണുവാനായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നല്ല വിറ്റുവരുമാനം ആ ഒരു മേഖലയിൽ നമുക്ക് നേടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ പൊതുവെ നമ്മൾ ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്ന പദ്ധതിയിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ നൽകുന്നുണ്ട്. സാധാരണ ഉയർന്ന പ്രദേശങ്ങളിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളുടെ പ്രോജക്റ്റുകളെല്ലാം നല്ല രീതിയിൽ നടന്നു വരുന്നു. കൃഷി ഓഫീസുകളുടെ അടിസ്ഥാന സൗകര്യ വികസനവും കമ്പ്യൂട്ടർ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടറും മറ്റ് ആധുനിക സൗകര്യങ്ങളെല്ലാം നമ്മൾ ആ ഒരു മേഖലയ്ക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിലും ആരോഗ്യരംഗത്തും നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് കോട്ടയം ജില്ലയിലെ ചെമ്പ് ഗ്രാമപഞ്ചായത്ത് നടത്തിവരുന്നത്. കോട്ടയം ജില്ലയിലെ ചെമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് എന്റെ പഞ്ചായത്തിലൂടെ ഇന്ന് പങ്കുവയ്ക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് സുകന്യ സുകുമാരനാണ് ഉള്ളത്. ശ്രീമതി സുകന്യ, ഗ്രാമീണ റോഡുകൾ, വഴിവിളക്ക് സംവിധാനങ്ങൾ എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിൽ നവീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഏകദേശം 80ഓളം പുതിയ റോഡുകൾ ഈ ഒരു കാലയളവിൽ നമുക്ക് പുതിയതായി നിർമ്മിക്കാൻ കഴിഞ്ഞു. അതുപോലെ ഏകദേശം 28 കിലോമീറ്ററോളം റോഡ് മെയിൻ്റനൻസ് നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ റോഡിന്റെ സൈഡ് കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓട നിർമ്മാണം ഇതെല്ലാം ഈ ഒരു കാലയളവിൽ റോഡുകളുടെ കാര്യത്തിൽ വികസനം ഒട്ടനവധി വികസനങ്ങൾ ഈ ഒരു മേഖലയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.
തീർച്ചയായും ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് ഏറ്റവും കിട്ടുന്ന എടുത്തു ഒരു പറയേണ്ടതാണ് ഫണ്ട് മാലിന്യ വളരെ സംസ്കരണം എന്ന് പറയുന്നത്. മാലിന്യമുക്ത പഞ്ചായത്താണ്. എങ്ങനെയാണ് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് ആയിരുന്നുവല്ലോ സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത പ്രഖ്യാപനം. നമുക്ക് എല്ലാവർക്കും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തും പ്രഖ്യാപനം നടന്നിരിക്കുകയാണ്. വെറുതെ അല്ലാതെ നമ്മൾ ഒട്ടനവധി പ്രവർത്തനങ്ങൾ മാലിന്യമുക്ത പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നടത്തി വരികയാണ്. 15 വാർഡുകളിലുമായി 30 ഹരിതകർമ്മ സേനാ അംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അജൈവ മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുന്നതിന് വേണ്ടി വീട് വീടാന്തരം കയറി അവർ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനുവേണ്ടിയായി എം സി എഫ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെയുള്ള ഒരു MCF-ന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അജൈവ മാലിന്യങ്ങൾ വീടുകളിൽ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ബിന്നുകൾ വീടുകളിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ അവർ സെഗ്രിഗേറ്റ് ചെയ്ത് തന്നെ വീട്ടിലെ ഒരു വീട്ടുടമയ്ക്ക് തന്നെ വെക്കാവുന്ന രീതിയിൽ ബിന്നുകൾ കൊടുത്തിട്ടുണ്ട്. തിരിച്ച് ഗ്രാമപഞ്ചായത്തിൽ വന്ന് ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്ക് കൊണ്ടുപോകുന്ന ഇത് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി 15 ട്രോളികൾ നമ്മൾ നൽകിയിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ അവര് ഒരു ചാക്കൊക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് അവർക്ക് 15 ട്രോളികൾ വാങ്ങി നൽകി. പിന്നീട് ഇപ്പൊ നമ്മുടെ ആദ്യം പറഞ്ഞ പോലെ ഭൂപ്രകൃതിയുടെ പ്രശ്നം കൊണ്ട് ചെമ്പിന്ന് ബ്രഹ്മമംഗലത്ത് നമുക്ക് സാധനങ്ങൾ എത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഈ ഓട്ടോയാണ് നൽകിയിട്ട് എല്ലാ വാർഡുകളിൽ നിന്നും ഈ അജൈവ മാലിന്യം കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ ഓട്ടോ വിതരണം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് വേണ്ട എല്ലാ വർഷവും അവർക്ക് അടിസ്ഥാനമായിട്ട് വേണ്ട റെയിൻകോട്ട്, അതുപോലെ തന്നെ യൂണിഫോം, തൊപ്പി, ഷൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പ്രോജക്റ്റിൽ വെച്ചു വരുന്നു. ജൈവ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി വീടുകളിലേക്ക് ബിന്നുകൾ നൽകിയിട്ടുണ്ട്. കൃത്യമായും ജൈവ മാലിന്യങ്ങൾ വീട്ടിൽ സംസ്കരിക്കുന്നതിന്റെ 3 തട്ടുള്ള ഒരു ബിന്നാണ് നൽകിയിരിക്കുന്നത്. അതിന്റെയും വിതരണങ്ങൾ ഈ 4 വർഷക്കാലമായി നമ്മൾ കൊടുത്തിരുന്നു. ഈ സാമ്പത്തിക വർഷം ആ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കി വരികയാണ്. അതുപോലെ തന്നെ പ്ലാന്റ് ഈ MCF-ന്റെ പുതിയ എല്ലാ വാർഡുകളിലും 15 മിനി MCF-കളാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മൾ 2 MCF കൂടെ പുതുതായിട്ട് നമ്മൾ നൽകുകയും ചെയ്തു. പൊതു ഇടങ്ങളിലെല്ലാം വോട്ടിംഗ് ബൂത്തുകൾ സ്ഥാപിച്ചു. ട്രാഷ് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ജനപങ്കാളിത്തത്തോടെയും 2-3 പ്രോത്സാഹനമായിട്ട് കുറച്ച് ബിന്നുകളെല്ലാം അവർ തഴുകുന്നുണ്ട്. പിന്നെ നമ്മുടെ പൊതു മാർക്കറ്റുകളെല്ലാം നവീകരിച്ച് ക്ലീൻ ചെയ്ത് ചെടികളെല്ലാം വെച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇത്രയും പ്രവർത്തനങ്ങൾ മാലിന്യമുക്ത പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തി വരുന്നതാണ്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണുള്ളത്? സ്കൂൾ കുട്ടികൾക്ക് കരാട്ടെ പരിശീലനം അടക്കം നടത്തുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. നിലവിലെ ഗ്രാമപഞ്ചായത്തില് 2 ഗവൺമെന്റ് സ്കൂളുകളും മറ്റ് എയ്ഡഡ് സ്കൂളുകളുമാണ് ഉള്ളത്. നിലവിലെ ഗവൺമെന്റ് സ്കൂളുകൾക്ക് വേണ്ടി പ്രത്യേകം ഒരു ഊന്നൽ കൊടുക്കാറുണ്ട്. നമ്മള് സർക്കാർ പറയുന്ന പോലെ തന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്ന പൊതു പങ്കാളിത്തത്തോടുകൂടെ ചെയ്യണമെന്നാണ് സർക്കാർ നിർദ്ദേശിച്ചത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ 2 ഗവൺമെന്റ് സ്കൂളുകളിലും സ്കൂൾ വികസന സമിതി പുതുതായി രൂപീകരിക്കുകയും ആ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു വരികയാണ്. അതിന് ഉദാഹരണം അല്ലെങ്കിൽ പറയാനുള്ളത് കാട്ടിക്കുന്ന് LP സ്കൂൾ എന്ന് പറയുന്നത് ഏകദേശം 17 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഒരു ഭരണസമിതി അധികാരത്തിൽ വരും. ആ 17 കുട്ടികളിൽ നിന്നും ഇന്ന് 60 കുട്ടികൾ കഴിഞ്ഞ അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ പുതുതായി ആ സ്കൂളിൽ മൊത്തമായി 60 കുട്ടികളാണ് പുതുതായി വന്നു ചേർന്നതും. അല്ലാതെയുമായി 60 കുട്ടികളുടെ 17 നിന്നും 60ലേക്ക് ഒരു വലിയ മാറ്റം ഞങ്ങൾക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞു. അത് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക്, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും അടിസ്ഥാന സൗകര്യത്തിനും മറ്റു കാര്യങ്ങൾക്കും ഫണ്ടുകൾ വെക്കുകയും 2 സ്കൂളിലേക്ക് MPയുടെയും ഫണ്ടിൽ നിന്ന് തോമസ് ചാഴിക്കാടൻ MPയുടെയും ബഹുമാനപ്പെട്ട CK ആശ MLA ഫണ്ടിൽ നിന്നും 2 വാഹനങ്ങൾ നൽകുകയും ആ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ സാധിച്ചു. വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ച് 2 സ്കൂളുകൾക്കും പ്രഭാത ഭക്ഷണം, കുഞ്ഞുങ്ങൾക്ക് രാവിലെ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നു, കരാട്ടെ പരിശീലനം കൊടുക്കുന്നു, വോളിബോൾ പരിശീലനം കൊടുക്കുന്നു, അതുപോലെ പത്രമാധ്യമങ്ങൾ സ്കൂളിലേക്ക് എത്തിച്ചു നൽകുന്നു, നീന്തൽ പരിശീലനം നൽകുന്നു. ഇതാണ് നമ്മൾ നിലവിൽ എന്ന പ്രോജക്റ്റ്. പിന്നെ SSA വിഹിതം നൽകുകയും പിന്നെ പാർക്കിന്റെ നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു വരികയാണ്. അപ്പൊ കരാട്ടെ വോളിബോൾ പരിശീലനം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോഴും നമുക്ക് അത് ഒരു ഇംപ്ലിമെന്റേഷൻ മാത്രമല്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല നിലയിൽ കുട്ടികൾ എത്തിച്ചേരുക എന്നാണ്. അതില് വോളിബോൾ പരിശീലനത്തില് ഞങ്ങളുടെ നാട്ടിലെ തന്നെ ഒരു ഗോപി സാറുണ്ട്. അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്ന് ഒരു വോളിബോൾ പരിശീലന കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട്. അതുമായി ലിങ്ക് ചെയ്താണ് നമ്മൾ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കിയ സംസ്ഥാന തലം വരെ ഈ 2 ഗവൺമെന്റ് സ്കൂളിലെ കുട്ടിക്ക്
സംസ്ഥാന തലത്തിൽ മത്സരിക്കാനുള്ള ഒരു അവസരം ഈ ഒരു പ്രോജക്റ്റ് കൊണ്ട് നടപ്പിലാക്കി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. അതുപോലെ സ്കൂൾ കുട്ടികൾക്ക് അതുപോലെ എയ്ഡഡ് സ്കൂളുകൾക്കും നമ്മൾ വേണ്ട പരിഗണന നൽകാറുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും മറ്റുമായി നമ്മുടെ ജില്ലാ ബ്ലോക്ക് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലത്തെ സഹായത്തോടെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. മയക്കുമരുന്നിനും മദ്യത്തിനുമെതിരെയുള്ള നിരവധി ക്യാമ്പയിനുകൾ ഗ്രാമപഞ്ചായത്ത് തന്നെ ഏറ്റെടുത്ത് നടത്തി വരികയാണ്. ഇവിടെ തൊട്ടടുത്ത ബ്രഹ്മമംഗലം ഹൈസ്കൂളിലെ മാനേജർ TR സൂദൻ സാർ ഒരു കത്ത് തരികയും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ മയക്കുമരുന്നും മദ്യത്തിനുമെതിരെ ഒരു ജനജാഗ്രതാ സമിതി തന്നെ രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ മാസവും നല്ല രീതിയിൽ നടക്കുകയും ഈ വരുന്ന ലഹരി വിരുദ്ധ ദിനത്തിൽ ജൂൺ 26 വിപുലമായ ഒരു പ്രോഗ്രാം നടത്തുവാൻ ഞങ്ങൾ ആലോചിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും വയോജനങ്ങൾക്ക് ഭിന്നശേഷിക്കാർക്ക് നിരവധി ക്ഷേമ വികസന പ്രവർത്തനങ്ങളാണ് ചെമ്പ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. എങ്ങനെയാണ് വയോജനങ്ങളുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമ വികസന പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത്? ഭിന്നശേഷിക്കാരായ കുട്ടികൾ നമ്മൾ ഏകദേശം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് 64ഓളം ഭിന്നശേഷി കുട്ടികളുണ്ട്. അവരുടെ സ്കോളർഷിപ്പും ബദ്ധയും എല്ലാ വർഷവും ഗ്രാമപഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ച് നടപ്പിലാക്കുന്നു. അവർക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഒരു ഭിന്നശേഷി കലോത്സവം നടത്തുമ്പോഴാണ്. എല്ലാ കുട്ടികളും അതിലേക്ക് പങ്കുചേരുകയും അവർക്ക് വേണ്ട സമ്മാനങ്ങളെല്ലാം നൽകിയാണ് ഞങ്ങൾ വിടുന്നത്. എല്ലാ വർഷവും ആ പ്രോജക്റ്റ് ഒരു ദിവസം ഞങ്ങൾ അത് നല്ല രീതിയിൽ കൊണ്ടാടുകയും ചെയ്യുന്നു. കുട്ടികൾക്കായിട്ട് നമ്മൾ ഒരു സ്കൂള് വേണമെന്ന് അവരുടെ ആവശ്യമാണ്. പക്ഷെ അത് ഇതുവരെ സ്ഥലം കിട്ടാത്തത് കൊണ്ട് നമുക്കത് സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും അവർക്ക് സ്കോളർഷിപ്പും ബത്തയുമാണ് നമ്മൾ സാധാരണയായി ചെയ്തു വരുന്നത്. അവരുടെ അച്ഛനമ്മമാർക്ക് നൈപുണ്യ വികസനം പോലെയുള്ള ട്രെയിനിങ്ങുകൾ ചെയ്തു വരികയാണ്. പിന്നീട് വയോജനങ്ങൾക്ക് വേണ്ടി ചെമ്പ് ബ്രഹ്മമംഗലം മേഖലയിലായി 2 വയോജന ക്ലബ്ബുകൾ രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ വരുന്നു. അവർക്കായിട്ട് ഒരു പകൽ വീട് നിർമ്മിക്കുന്നതിന് ഈ കാലയളവിൽ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഒരു 10 സെന്റ് സ്ഥലം നമുക്ക് വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ ഒരു കെട്ടിടം നിർമ്മിക്കുക എന്നതും ഞങ്ങളുടെ ഒരു വലിയ ലക്ഷ്യമാണ്. ഒട്ടനവധി വയോജനങ്ങൾ ഈ ഒരു ക്ലബിലേക്ക് എല്ലാ മാസത്തിലും അല്ലാതെയും ഒക്കെ നമ്മൾ വന്ന് യോഗങ്ങൾ ചേരാറുണ്ട്. അവരുമായി ഞങ്ങൾ ഒരു ഉല്ലാസയാത്ര നടത്തി. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു കാര്യമായിരുന്നു. അമ്മമാര് അച്ഛന്മാരും ഒക്കെ ഒരുപാട് സന്തോഷിച്ച ഒരു പദ്ധതിയായിട്ട് ഞാൻ അതിനെ കാണുന്നു. അവരെ വാട്ടർ മെട്രോയും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചി മെട്രോയും ഒക്കെ കാണാൻ സാധിച്ചു. ആദ്യമായി ലിഫ്റ്റിൽ കയറുന്നവരുണ്ടായിരുന്നു, ആദ്യമായി എസ്കലേറ്ററിൽ ഉണ്ടായിരുന്നു. മക്കൾ ഉണ്ടായിട്ട് പോലും അവരെ അതിലൊന്നും കൊണ്ടുപോകാൻ കഴിയാതെ ഒറ്റപ്പെട്ടവരുണ്ടായിരുന്നു. അവർക്കൊക്കെ ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. തുടർന്ന് ഈ ഒരു സാമ്പത്തിക വർഷം നമ്മൾ 2 ലക്ഷം രൂപ ഒരു പ്രോജക്റ്റിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. അവരുടെ ഉല്ലാസയാത്ര, അവരുടെ മറ്റ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ ഒക്കെയായിട്ട് 5 ലക്ഷം രൂപ നമ്മൾ ഒരു ചെറിയൊരു കെട്ടിടം നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നടത്താനും പിന്നെ ജനപങ്കാളിത്തത്തോടെയും അല്ലാതെയും നമ്മളൊരു പകൽ വീട് നിർമ്മിക്കുക എന്നത് നമ്മുടെ ഒരു സ്വപ്നമായിട്ട് ബാക്കി നിൽക്കുന്നു. തീർച്ചയായിട്ടും നിരവധി മേഖലയിൽ വിവിധ മാതൃകാപരമായിട്ടുള്ള വ്യത്യസ്തമായ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ചെമ്പ് ഗ്രാമപഞ്ചായത്ത് നടത്തിവരുന്നത്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മുടെ സ്വപ്ന പദ്ധതി എന്ന് പറയുന്നത് ഞങ്ങളെ ആദ്യം സൂചിപ്പിച്ച പോലെ 2 മേഖലകളിലായിരിക്കുന്ന പഞ്ചായത്തിനെ ഒന്നാക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വലിയ സ്വപ്നം. അതില് നിലവിലെ മൂലേക്കടവ് പാലം പൂർത്തീകരിക്കുമ്പോൾ നിർമ്മാണ അവസാന ഘട്ടത്തിലേക്ക് മാറുന്നു. ഞാൻ ഒരു കാര്യം വിട്ടുപോയി. ആദ്യം തന്നെ നമ്മൾ പറയേണ്ട സംസ്ഥാന സർക്കാരിന്റെ ഒരു ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി കാട്ടിക്കുന്ന് തുരുത്തുപാലം 18 ലക്ഷം രൂപ 18 കോടി എമൗണ്ട് വില വരുന്ന റേറ്റിൽ ഇതിൽ നമ്മൾക്ക് ഒരു പാലം പണി പൂർത്തീകരിക്കാൻ നമുക്ക് അതുപോലെ തന്നെ മൂലേക്കടവ് പാലം 3 പാലങ്ങൾ പൂർത്തീകരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഒന്നായി മാറുന്നുണ്ട്. മറ്റൊരു കാര്യം, നമുക്ക് ടൂറിസം മേഖലയിൽ വൻ മുന്നേറ്റം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ സാധാരണക്കാരായ ആളുകൾ വലിയ വരുമാന മാർഗമായി മാറണം എന്നൊരു സ്വപ്നം ഞങ്ങൾക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടൂറിസം മേഖലയാണ് ഞങ്ങൾ കൂടുതൽ എയിം ചെയ്യുന്നത്. ചെമ്പിലരി ജലോത്സവം നടത്തിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയ ഒരു വലിയൊരു എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അതെല്ലാമാണ് നമ്മുടെ സ്വപ്ന പദ്ധതികൾ. തീർച്ചയായിട്ടും വിവിധ മേഖലകളിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ചെമ്പ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കോട്ടയം ജില്ലയിലെ ചെമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സുകന്യ സുകുമാരൻ പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീമതി സുകന്യ സുകുമാരൻ.
എൻ്റെ പഞ്ചായത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തിൻ്റെ വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.